ഓരോ വ്യക്തിയും വിചാരണ ചെയ്യുക. ഈ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ എന്ത് കാട്ടി, ഞാൻ എന്തൊക്കെ ചെയ്ത്, ഞാൻ വല്ല തട്ടിപ്പ് നടത്തിയോ, വെട്ടിപ്പ് നടത്തിയോ, അനാചാരം ചെയ്തോ, അക്രമം ചെയ്തോ, അനീതി ചെയ്തോ, ഭീഷണി ചെയ്തോ, പരദൂഷണം ചെയ്തോ, തെറ്റ് ചെയ്തോ, വ്യഭിചരിച്ചോ, കള്ളു കുടിച്ചോ, പലിശ തന്നോ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി വല്ല വിദഅത്തുകളും അനാചാരങ്ങളും അതിന് ഞാൻ കൂട്ടുനിന്നോ, അല്ലെങ്കിൽ അതിന് ഞാൻ കാരണക്കാരായോ, എന്തെല്ലാം നാം ചെയ്തതായ ധിക്കാരങ്ങൾ, അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ ഉണ്ടോ, അതിനെക്കുറിച്ചെല്ലാം മുഹാസബത്ത് നടത്തുക, അതിനെക്കുറിച്ചെല്ലാം വിചാരണ നടത്തുക. എന്നിട്ട് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നല്ല മാസങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. നാം ഇപ്പോൾ ശവ്വാൽ, ദിൽഖഅദ, ദിൽഹിജ്ജ എന്നീ ആ നല്ല നല്ല മാസങ്ങളോട് നാം, ഹജ്ജ് മാസങ്ങളോട് നാം വിടവാങ്ങി ഇപ്പോൾ പുതിയ മാസത്തെ നാം സ്വീകരിക്കാൻ പോകുന്നു. അതും നല്ല പവിത്രതയുള്ള മാസമാണ് അള്ളാഹു നമുക്ക് ഇപ്പോൾ നൽകാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ദിവസങ്ങൾ. കഴിഞ്ഞ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 നാം കേട്ടതുപോലെ അങ്ങനെയുള്ള ശഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ നോമ്പ് റമളാൻ കഴിഞ്ഞാൽ ശഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ പവിത്രതയുള്ളതായ മുഹറം മാസത്തിൽ നോക്കുന്നതായ നോമ്പാണ്. അങ്ങനെയുള്ള മാസമാണ് നമ്മുടെ മുമ്പിൽ സമാഗതമാകുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ നിന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഹറം മാസകലം മുഴുവനുമായി നോമ്പ് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ഇനി അതൊന്നുമല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതായ ആശുറ നോമ്പ്, അതുപോലെ തന്നെ താസുആ നോമ്പ്, അതൊക്കെ നോക്കൽ വളരെ അനിവാര്യമായ സുന്നത്തായ പ്രാധാന്യം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നതായ നോമ്പുകളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതിന് വേണ്ടിയാണ്. നാം പലപ്പോഴും ഇപ്പോഴുള്ളതായ പുതിയ അന്തരീക്ഷം, പുതിയ ചുറ്റുപാട് അനുസരിച്ച് ഈ പകർച്ചവ്യാധി വ്യാപകമാവുകയാണല്ലോ. ഞാൻ ടെൻഷനിലാണ്, പലരും വിളിച്ചു പറഞ്ഞു ഞാൻ വളരെ ടെൻഷനിലാണ്, വളരെ പ്രയാസത്തിലാണ്. മുസ്ലിം ടെൻഷനിൽ എന്നതായ പദം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാനല്ല. അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ടെൻഷൻ വരുമ്പോൾ തന്നെ അള്ളാഹുവിനോട്, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനോട് കൈപൊക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമയാചനം ചെയ്യുക. നമ്മുടെ കുറ്റം, നമ്മുടെ തെറ്റ്, നാം ചെയ്ത് കൂട്ടിയതായ ക്രൂരകൃത്യം, അത് കാരണത്താലായിരിക്കും ഇവിടെ പരീക്ഷണം എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടുക. നമ്മുടെ പഴയ ജീവിത രീതിക്ക് ചേഞ്ച് ഉണ്ടാക്കുക. ആ ജീവിത രീതി നല്ല രീതി അല്ലെങ്കിൽ എന്നിട്ട് പുതിയ ജീവിത രീതി, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രീതി ആക്കി മാറ്റാൻ വേണ്ടി നാം പാടുപെടുക. അതിന് നമുക്ക് ഒരു വെളിച്ചം നൽകുന്നതായ മാസമാണ് വിശുദ്ധ മുഹറം മാസം വരുന്നത്. അള്ളാഹു ഖുർആനിൽ ആദരിച്ച് ബഹുമാനിച്ച് പറഞ്ഞ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം മാസം എന്നതായ മാസം. അതുകൊണ്ട് ആ മാസം വരുന്ന സന്ദർഭത്തിൽ ഈ പുതിയ വർഷത്തിൽ നാം എന്ത് കാട്ടണം എന്നതും പഴയ വർഷത്തിൽ നാം എന്ത് കാട്ടി എന്നതും ഉമർ ഖത്താബ് പറയാറുള്ളത് പോലെ ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസിനു അഅമാലകും ഖബല അൻ തുസനു, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ വിചാരണ നടത്തുക. ഏതിനു മുമ്പ്? അല്ലാഹ് നിങ്ങളെ വിചാരണ നടത്തുന്ന പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്. ഈ വരുന്നതായ മാസത്തിൽ, ഈ കഴിഞ്ഞ മാസത്തിൽ കാട്ടിയതുപോലെ ചെയ്തതുപോലെ വരുന്ന മുഹറം മാസത്തിൽ അള്ളാഹുവിനെ ബഹുമാനിച്ച് ആദരിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ആ മുഹറമാത്തുകളായ പവിത്രതയുള്ള മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കരുത്. അഥവാ അശ്ലീലം കണ്ടിട്ടോ, തോന്നിവാസം കണ്ടിട്ടോ, അനാചാരം കണ്ടിട്ടോ, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്തിട്ടോ നമ്മുടെ ശരീരത്തെ വൃത്തികേടാക്കി മാറ്റരുത്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അങ്ങനെ വൃത്തികേടാക്കാത്ത വൃത്തിയുള്ള പവിത്രതയുള്ള ആത്മാവാക്കി വളർത്താൻ, ശരീരമാക്കി വളർത്താൻ നാം പാടുപെടുക. അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.